എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശന് കിരണിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനുമാണ് പ്രകാശൻ ആ കാഴ്ച കാണുന്നത്. ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ചന്ദ്രസേനെ, ഓഹ് എന്റെ ദൈവമേ, ഈ രാക്ഷസൻ ഇവിടെ ഉണ്ടായിരുന്നോ, ഇങ്ങേര് പോയില്ലേ എന്നോർത്തോണ്ട് പ്രകാശൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രസേന വന്ന് കാറിൽ കയറി അങ്ങോട്ട് പോവാണ്. ഓ രക്ഷപ്പെട്ടു, ഇനി ധൈര്യമായിട്ട് കയറി ചെല്ലാം എന്ന് കരുതിയിട്ട് കിരണിനെ കിടത്തിരിക്കുന്നിടത്തേക്ക് ചെല്ലുവാണ്. ആ സമയം കല്യാണി കിരണിന് ചായയൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. പെട്ടെന്ന് തന്നെ കല്യാണി കിരണിനോട് പറഞ്ഞ്, കിരണേട്ട ആരോ വന്നെന്ന് തോന്നിയെന്ന് പറയണ. കിരൺ പെട്ടെന്ന് കിടക്കുവാണ്, ഒന്നും അറിയത്തില്ലാത്ത മട്ടി കിടക്കുവാണ്. അപ്പോഴേക്കും കല്യാണി പോയി കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാങ്കുടേക്ക് കയറി വന്ന പ്രകാശനാണ്. പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് നല്ല ദേഷ്യമായി. പിന്നീട് പ്രകാശൻ പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ മരുമോനെ ഒന്ന് കാണാൻ വന്നാന്ന് പറയണ. ആ സമയത്ത് കല്യാണി ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ കിരണേട്ടൻ കാണുന്നതെന്ന് ചോദിക്കുക. കാണാതിരിക്കാൻ പറ്റുമോ, ഇങ്ങനൊരു അവസ്ഥയിൽ കിടന്നു കഴിയുമ്പം വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്നും പറഞ്ഞ് അകത്തേക്ക് കയറുവാണ്. പക്ഷെ എന്റെ ദൈവമേ, എങ്ങനെ നടന്ന ചെറുപ്പക്കാരനായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന കിടപ്പേ. എന്നാലും ഇത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറയണ. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, നിങ്ങൾ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, നിങ്ങളെല്ലാരും കൂടി അത് ചെയ്യിച്ചെന്നുള്ള കാര്യം അറിയാന്ന് പറയണ. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ദേ നിന്നെ പോലുള്ളൊരു ഭാര്യ ഉണ്ടായതാ ഇവന്റെ ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് പറഞ്ഞാല്. നീ എന്ന് ഇവന്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നോ അന്നോ ഇവൻ രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ തന്നെ നിന്നെ കിട്ടിയതോട് കൂടിയിട്ട് ഇവന്റെ ജാതകം തിരുത്തി കുറിച്ചു. അല്ലെങ്കിൽ ഇവൻ ഏത് നിലയിൽ ജീവിക്കേണ്ടവനെന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ. നീ ഒറ്റയെടുത്ത് കാരണം ഇവൻ ഈ അവസ്ഥയെ കിടക്കണമെന്ന് പറയണം. കല്യാണിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോ കല്യാണിക്ക് നല്ല സങ്കടം വന്നു. പക്ഷേങ്കിൽ തന്റെ കിരണേട്ടൻ ഒരു കുഴപ്പമില്ലോ, അതുകൊണ്ട് ഇപ്പൊ ഇയാൾ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് കിരണിനോട് പറഞ്ഞു, എടാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടകാലം ആരാന്നറിയാവോ? ദേ ഈ നിൽക്കുന്ന താടക, ഇവൾ ഒഴിഞ്ഞു പോവാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ സമാധാനം ഇനിയും ഉണ്ടാവും പറയാം. ശേ, അല്ല ഞാൻ ആരോടെ പറയണേ, നിനക്കാണെങ്കിൽ എന്നെ മനസ്സിലാവത്തില്ലല്ലോ. പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമില്ലെന്ന് ചോദിക്കണം. പിന്നീട് അങ്ങോട്ട് അടുത്തേക്ക് നിന്നിട്ട് ഹലോ ഹലോ എന്നൊക്കെ പറയണം. കുറെ സമയം പറഞ്ഞു കഴിയുമ്പോഴത്തേനും കിരൺ ഇങ്ങനെ ആരാന്ന് ചോദിക്കണം. ആ നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? അതെ, ഇനി പതുക്കെ നിനക്ക് എന്നെ മനസ്സിലായിക്കോളൂ എന്ന് പറയാം. ഓ ഇനിയിപ്പൊ ജീവിതത്തിൽ ചിലപ്പം നിനക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരത്തില്ല. എന്ത് ചെയ്യാനാ, മനുഷ്യന്മാരുടെയൊക്കെ ഒരു കാര്യവേ, എന്തൊക്കെ കണ്ടാലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കളിയാക്കുവാണ്. ഈ സമയം കല്യാണി പറഞ്ഞു, നിങ്ങളൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. എടീ ഞാൻ ഇറങ്ങി പൊയ്ക്കോളാം, പക്ഷെ ഇങ്ങനെ സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ കാണണ്ടേ, കണ്ടല്ലേ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൻ കിടക്കുന്ന കിടപ്പ്, അവന് സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല, പിന്നെയാണോ ഈ എന്നെ തിരിച്ചറിയാൻ പറ്റുന്നേ? ദൈവത്തിന്റെ ഓരോ കളികളെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ ഇങ്ങനെ ഒരുമാതിരി കളിയാക്കി പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അയാൾ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ എഴുന്നേക്കുവാണ്. എന്നിട്ട് കല്യാണിയെ നോക്കിയൊരു ചിരിയിരിക്കുവാണ്. ഈ സമയം രാഹുലും വിക്രവും കൂടെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. പ്രകാശൻ ഇതിനായിട്ടും പോയിട്ട് വന്നില്ല കിരണിനെ കാണാൻ പോയിട്ട്. രാഹുൽ പറഞ്ഞു, പോയ കോലത്തിൽ തന്നെ തിരികെ വന്നാൽ മതിയായിരുന്നു പറയാ. വിക്രം പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞാൽ പോവണ്ടാന്ന്, പക്ഷെ അച്ഛൻ കേട്ടില്ല എന്ന് പറയാം. എന്ത് ചെയ്യാൻ പറ്റും, പോവണമെന്ന് നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലോ. ഇനി അവൻ പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നിട്ട് വേണം ഞാൻ പോണോ വേണ്ടെന്നൊക്കെ ഒന്ന് ആലോചിക്കാനെന്ന് രാഹുൽ പറയണം. അപ്പോഴേക്കും പ്രകാശൻ അങ്ങോട്ടേക്ക് വരിക. പ്രകാശനെ കണ്ടതും വിക്രം ചോദിച്ചു, അച്ഛന് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം. എന്ത് കുഴപ്പം? അല്ല അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു കുഴപ്പമില്ല, ആ ചന്ദ്രസേന ഇല്ലായിരുന്നു അതുകൊണ്ടോ കുഴപ്പമില്ലായിരുന്നു പറയണം. രാഹുൽ പറഞ്ഞു, ചന്ദ്രസേന ഉള്ളതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് പോകത്തെ, എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ബാക്കി വെച്ചേക്കില്ലെന്ന് പറയണം. അല്ല എങ്ങനെയായി കാര്യങ്ങളൊക്കെ? നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവനൊരു ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആളെ കണ്ടിട്ടും തിരിച്ചറിയുന്നില്ല, എന്നെ കണ്ടിട്ട് പോലും തിരിച്ചറിഞ്ഞില്ല. ഒരു ജീവശവമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. എന്താണെങ്കിലും നീ ഏർപ്പാടാക്കിയ മുരുകൻ ഉണ്ടല്ലോ, അവനാള് പൊളിയാണ്. അവന് അങ്ങനെ അവനെ തളത്തി കിടത്തിയില്ലേ, ഇത്ര നല്ലൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാനില്ലെന്ന് പറയണം. രാഹുൽ പറഞ്ഞു, അതേടെ പ്രകാശം, കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ സന്തോഷിക്കുന്നേ. ഇനി ഇങ്ങനെ സന്തോഷ വാർത്തകളൊക്കെ ഉണ്ടാവും, പലതും കേട്ട് ഞാൻ സന്തോഷിക്കും, അതിനുള്ളൊരു തുടക്കം മാത്രം ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുവാണ്. ആ സമയം കാർത്തികയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. കാർത്തിക കോൾ എടുത്തു. പരിചയമില്ലാത്ത നമ്പരാ. കോൾ എടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞു, അതെ നമ്പർ മാറ്റിയതുകൊണ്ട് നിനക്ക് മനസ്സിലായി കാണില്ലല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ശബ്ദം കാർത്തിക് തിരിച്ചറിയുവാണ്, ഗംഗാപ്രസാദ്. എടീ ഞാനിവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും കാർത്തി ഒന്ന് ഞെട്ടി. നിങ്ങളോ? മനസ്സിലായില്ലല്ലേ? അങ്ങനെ പെട്ടെന്ന് എന്റെ കണ്ണുപിടിച്ച് നിനക്ക് മുങ്ങാനായിട്ട് പറ്റുമോ? ഇല്ലല്ലോ. അല്ല നിന്റെ അമ്മ എന്തേന്ന് ചോദിക്കണം. പെട്ടെന്ന് കാർത്തി പറഞ്ഞു, ഗംഗാട്ട അത് പിന്നെ അമ്മ ചെന്നൈയിലാന്ന് പറയണം. ചെന്നൈയിലോ? ചെന്നൈയിലും ഇല്ല, ഇവിടെ ഇല്ല. ഞാൻ വരൂന്ന് പേടിച്ചിട്ട് നീ നിന്റെ അമ്മേനെ മാറ്റിയേക്കുമല്ലേ? ഏതൊക്കെ ദൂരത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞാലും നിന്റെ അമ്മയ്ക്കും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടി മോളെ. നിന്റെ അരികിലേക്ക് ഞാൻ വന്നിരിക്കൂന്ന് പറയണം. നീ എത്ര എന്നിൽ നിന്ന് ഒളിച്ചു നടന്നാലും അവസാനം എന്റെ പിടിയിലേക്ക് നീ വരൂ എന്ന് പറഞ്ഞിട്ട് ഗംഗാപ്രസാദ് കോള് കട്ട് ചെയ്യണം. ആ സമയം
എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി കാർത്തിക്. ഇനിയിപ്പം ഇതിങ്ങനെ മൂടി വെച്ചിട്ട് കാര്യമില്ല. കല്യാണിയും കിരണോടും പറയാൻ തന്നെ തീരുമാനിച്ചു. ഇങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയം കല്യാണി കിരണിനോട് പറഞ്ഞു, ആ പ്രകാശം വന്നിട്ട് സന്തോഷിച്ചു പോയിക്കല്ലേ, അവൻ സന്തോഷിക്കട്ടെ, എത്രയാണെന്ന് വെച്ചാൽ സന്തോഷിക്കട്ടെ. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അത് ശരിയാ. അവൻ ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അവന് മാത്രമല്ല, ആ രാഹുൽ എന്ന് പറയുന്നവന് എല്ലാവർക്കും അതായിരിക്കും. എത്ര ദൂരം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നമുക്കറിയാം എന്നൊക്കെ പറയണം. ആ സമയത്താണ് കാർത്തി അങ്ങോട്ട് കയറി വരുന്നത്. കാർത്തി വന്നും കിരണിനെ കണ്ടും കാർത്തിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഞാനും കൂടെ വരുന്ന വഴിക്ക് വിക്രത്തിനെ കണ്ടായിരുന്നു. അവൻ പറഞ്ഞു, കിരണിന് ഓർമ്മ ശക്തി ഒന്നും തിരികെ കിട്ടിയിട്ടില്ലെന്ന്. ശരിയാണോ കല്യാണി? കിരൺ ഇനി എഴുന്നേക്കാനൊന്നും സാധിക്കില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അതെ എനിക്കൊരു കുഴപ്പമില്ല കാർത്തിയെന്ന് പറയണേ. കുഴപ്പമില്ലേ? അപ്പൊ അവരൊക്കെ പറയുന്നോ? അതൊക്കെ ഞങ്ങളുടെ ഒരു നാടകമല്ലേ, തൽക്കാലത്തേക്ക് ആരും അറിയണ്ട. എനിക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയെന്നുള്ള കാര്യം എല്ലാവരും കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ കാർത്തിക്ക് സന്തോഷമായി. കാർത്തി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണ് കുഴപ്പമില്ല എന്ന് പറയാം. ആ പ്രകാശനും അവരും ആ വിക്രമും രാഹുലും ഒക്കെ സന്തോഷിക്കട്ടെ. കുറച്ച് നാളും കൂടെ ഇങ്ങനെ തന്നെ എന്നാ കിരൺ തുടർന്നോളാൻ പറയണം. പിന്നീട് പറഞ്ഞു, അല്ല കാർത്തേച്ചി എന്ത് പറ്റി, മുഖമൊക്കെ വല്ലായിരിക്കണം എന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ദുഷ്ടനെ കുറിച്ച്, ഗംഗാപ്രസാദ് അവൻ ഇങ്ങോട്ടേക്ക് വരുവാന്ന് പറയണം. അവൻ വരുവാണോ? അതേന്ന് പറയാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയാ. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം. എന്നാ കാർത്തേച്ചി സൂക്ഷിക്കണം എന്ന് പറയാം. കിരൺ പറഞ്ഞു, ഞാനിപ്പോ ഈ അവസ്ഥയിലും ആയി പോയല്ലോ. സാരമില്ല കിരണേ, അതൊന്നും കുഴപ്പമില്ല, എന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും, ഞാനിവിടുന്ന് വീട്ടിലേക്ക് പോകും, പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണം. അതിനുശേഷം കിരണിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരണ സമയത്ത് ജനലിന്റെ അവിടെ സരയും ശാരിയും നിൽക്കുന്നുണ്ടായിരുന്നു. സരയു നോക്കി കഴിഞ്ഞപ്പോൾ കിരണിനെ പതുക്കെ പിടിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന കാഴ്ച കണ്ടേ. ചന്ദ്രസേനും കല്യാണിയും കൂടെ. അപ്പത്തേക്കും ദേവി ഇറങ്ങി ഓടി വന്നു. ആ കാഴ്ച കണ്ടപ്പത്തേനും സരയു ശാരിയോട് പറഞ്ഞു, നോക്കമ്മേ തെങ്ങ് നോക്ക്, ആ കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ എത്ര കാത്തിരുന്നാന്ന് നോക്ക്. അവന് ഓർമ്മയൊന്നും ഇല്ല, അവൻ ആടിയാടി പോന്ന് കണ്ടില്ലേ. ഇങ്ങനെ ഒരു കാഴ്ച അച്ഛൻ നമുക്ക് സമ്മാനിച്ചു. അച്ഛൻ ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നൊക്കെ. പറഞ്ഞ വാക്കെന്തായാലും അച്ഛൻ പാലിച്ചെന്ന് പറയണം. ഇത് കേട്ടതും ശാരി പറഞ്ഞു, അല്ല മോളെ, അച്ഛനെ നീ വിളിക്കാൻ പറ്റോ ചെയ്തോ? ഇല്ല, എന്താ? അല്ല അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. കാരണം ഇയാളെ ഇങ്ങനെ പരിവാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ ജീവനോടെ ഭൂമി കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ചന്ദ്രസേനൻ വെറുതെ ഇരിക്കുവോ? ഇത് കേട്ടതും സരി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലമ്മേ, എന്താണെങ്കിലും ഈ കാഴ്ച എനിക്ക് കാണാൻ പറ്റിയല്ലോ, എനിക്ക് സന്തോഷകരമായെന്ന് പറയണം. ആ സമയത്ത് കല്യാണി ദീപയോട് അമ്മേ, തൽക്കാലത്തേക്ക് അമ്മയൊന്നും ഇവിടെ നിന്ന് പറയാൻ പോണ്ട, അപ്പുറത്തെ ചെവിയും വട്ടം പിടിച്ച ആൾക്കാർ നിൽക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് കിരണിന്റെ ഓർമ്മശക്തിയുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയണം. ശരി മോളെന്ന് പറയണം. അങ്ങനെ കിരണിനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. ആ സമയം ശാരി പറഞ്ഞു, ഇനി ഇവിടെ അധികം നിൽക്കണ്ട, ജനലിൽ ഇവിടെ എങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് പിന്നെ അത് മതി, ആ ചന്ദ്രസേന ഇങ്ങോട്ട് കയറി വരാനായിട്ട് വെറുതെ എന്തിനാ നമ്മളൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കണേന്ന് ചോദിക്കുകയാണ്. ആ സമയം കാർത്തിക ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോണ സമയത്ത് കാർത്തിക് കടയിൽ കയറണമായിരുന്നു. അപ്പോൾ കടയിലേക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് കാർത്തിക് ആ കാഴ്ച കാണുന്നത്. ഒരു ബൈക്ക് കൊണ്ട് നിർത്തി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നെറ്റി ബൈക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തിയേക്കുന്നു. പെട്ടെന്ന് അങ്ങ് നോക്കി, ആ ഹെൽമെറ്റ് അങ്ങനെ പതുക്കെ പൊക്കിയിട്ട് അയാൾ ആ മുഖം അങ്ങോട്ട് കാണിക്കുകയാണ്. ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഗംഗാപ്രസാദ്, ദൈവമേ, അവൻ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ? അന്നെങ്കിൽ ഇത് പണിയാണല്ലോ എന്നൊരു ചിന്ത കാർത്തികയുടെ മനസ്സിലേക്ക് വരുവാണ്. കാർത്തിക പെട്ടെന്ന് കാറിൽ കയറി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഗംഗാപ്രസാദ് ഇങ്ങനെ നോക്കുക, നീ എത്ര ഓടി ഒളിക്കൂടി, നിന്നെ ഞാൻ പിടികൂടും എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.